എല്ലാവർക്കും മാരിയ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു മുൻപേ പ്രൊമോ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അലീന രാവിലെ തന്നെ ചായയും പത്രവുമായിട്ട് ബാലചന്ദ്രന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. വാതിലിൽ മുട്ടുമ്പോൾ ബാലചന്ദ്രൻ എണീറ്റ് വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അലീനയോട് ഒന്നും മിണ്ടാതെ കട്ടിലിൽ പോയി ഇരിപ്പുണ്ട് ബാലചന്ദ്രൻ. ആ സമയത്ത് അലീന ചോദിക്കുവാണ്, അച്ഛൻ എന്താ താഴേക്ക് വരാത്തത്? സാധാരണ താഴെ വന്നിരുന്നല്ലേ പത്രം വായിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ബാലചന്ദ്രൻ പറയുവാണ്, ഒരു ഉത്സാഹമൊന്നും തോന്നിയില്ല. ശേഷം പത്രവും ചായയും വാങ്ങുന്നുണ്ട് ബാലചന്ദ്രൻ. കയ്യിൽ ചായ ഉള്ളത് കൊണ്ട് മറ്റേ കൈ വെച്ചിട്ട് പത്രം നോക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് കണ്ട അലീന പറയുവാണ്, ഇങ്ങടുക്ക് ഞാൻ പത്രം നിവർത്തിത്തരാന്ന്. സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇനി അങ്ങോട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അലീന പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ പത്രത്തിലെ കാര്യങ്ങളെല്ലാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അലീനയോട് മിണ്ടാത്ത ദേഷ്യത്തിൽ അലീന ആ പത്രം പിടിച്ചു വാങ്ങുന്നുണ്ട്. സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, നീ കാണിക്കുന്നത് വെറും ധിക്കാരമാ. സമയത്ത് അലീന പറയുവാണ്, ഞാനല്ലേ ഈ പത്രം ഇവിടേക്ക് കൊണ്ടു തന്നത്. ബാലചന്ദ്രൻ ഇത്തിരി ദേഷ്യം പറയുവാണ്, ആ പത്രം ഇങ്ങെടുക്ക്. പിന്നെ പറയുവാണ്, എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അച്ഛൻ? സമയം ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി തന്നെ പറയുവാണ്, ഞാൻ സ്ഥാപിച്ചു വെച്ചെന്ന ഒരു കാര്യമാണ് നീ ഇന്നലെ നിഷേധിച്ചത്. നീ ആരോട് ചോദിച്ചിട്ടാ ചെയ്തത്? ഇതിന്റെ എന്താവശ്യമാ നിനക്കുണ്ടായത്? സമയം അലീന പറയുവാണ്, അച്ഛ, ഞാൻ അച്ഛന്റെ മകളാണ് എന്ന് പറഞ്ഞു. അത് നേരാ, പക്ഷെ അച്ഛന് അവിഹിതത്തിൽ ഒരു കുഞ്ഞ് ഉണ്ട് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. കല്യാണത്തിന് മുൻപ് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടാവുക, ഇതിൽ ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ അറിയാതെയായി ഫോണേജിൽ ഉണ്ടെന്നറിഞ്ഞ് ശേഷം കല്യാണം കഴിച്ച് താമസിക്കുന്ന ആ വീട്ടിലേക്ക് ആ മകളെ കൊണ്ട് ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല. ഇതൊന്നും ഒരു അഭിമാനം തോന്നുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പറഞ്ഞത്. മോഹിത്തിനോട് മാത്രമേ ഞാൻ ആ കാര്യം പറഞ്ഞുള്ളൂ. സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ, ഒരാളോട് പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ളവരും കൂടെ അറിഞ്ഞോളൂല്ലോ എന്ന് പറയുവാണേ. സമയത്ത് അലീന പറയുവാണ്, എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കാര്യം എല്ലാവരും അറിയണം. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും അച്ഛന് ആത്മാഭിമാനത്തോടെ ഉയർത്തി എല്ലാവരുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കണം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അച്ഛന്റെ മകളാണ് ഞാൻ എന്ന സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പേരുടെ മുൻപിൽ അച്ഛന് തല കുനിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാര്യം എനിക്കറിയാം. അലീന വിഷമത്തോടുകൂടി പറയുന്നുണ്ട്. സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന കാര്യമല്ല. സമയത്ത് അലീന പറയുവാണ്, അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അച്ഛാ. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിയണം. അത് എന്റെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അച്ഛന്റെ മക്കൾ ആരും അച്ഛനെ വെറുക്കുകയില്ല. അവർ അച്ഛനെ സ്നേഹിക്കുക മാത്രമേ ചെയ്യൂ. അവരുടെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടല്ലോ. സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, ഇത് എന്നോട് വന്ന് ചോദിച്ചപ്പോൾ എനിക്കാകെ വിഷമം തോന്നി. ഞാൻ അവളെ കള്ളത്തരം പറഞ്ഞു പറ്റിച്ചു എന്നവൾക്ക് തോന്നി. ബാലചന്ദ്രൻ പറയുമ്പോ അലീന പറയുവാണ്, ഇപ്പോൾ എല്ലാ കാര്യവും മനസ്സിലാക്കേണ്ട ബോധം അവക്കുണ്ട്. അതുകൊണ്ട് അച്ഛൻ വെറുതെ ഓരോ കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. അങ്ങനെ ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് വിഷമത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ എന്റെ മകളായി നിന്നെ സ്നേഹിച്ചതാണ്. എന്നാൽ ഞാൻ നിന്റെ അച്ഛനല്ലെന്ന് നീ തന്നെ പറഞ്ഞു. അതെനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. കാരണം നീയാണ് എന്നെ താങ്ങി നിർത്തിയത്. ആ നീയാണോ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. സമയത്ത് അലീന പറയുവാണ്, ഞാൻ എന്നും അച്ഛന്റെ മകൾ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് അച്ഛന്ന് വിളിച്ചത് ആരെയാണോ, ഈ അച്ഛനെയല്ലേ. സ്നേഹവും ഇഷ്ടവും എന്നും എനിക്ക് കാണും. എന്നെ അന്യയായിട്ട് കാണരുത് എന്ന് പറയുന്നുണ്ട് അലീന. സമയത്ത് ബാലചന്ദ്രൻ പറയുകയാണ്, അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ, ബാക്കി എല്ലാവരും വിചാരിക്കണ്ടേന്ന് പറയുന്നുണ്ട്. അതല്ലേ നീ തകർത്തത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും സാരമില്ല, ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അച്ഛൻ അറിയാമല്ലോ. ഞാൻ ഒന്നിനും വേണ്ടിയല്ല ഇങ്ങോട്ടേക്ക് എത്തിയത്. അച്ഛനും എന്റെ കൂടപ്പിറപ്പുകൾക്കും അറിയാം. അത് മാത്രം മതി എനിക്ക്. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഇതൊരു നല്ല കുടുംബമായിട്ട് തന്നെ നിലനിൽക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ അച്ഛ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് നല്ല വിഷമത്തോടു കൂടി തന്നെ ബാലചന്ദ്രൻ കേട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ മനു രാവിലെ എഴുന്നേറ്റ് ഇരിക്കുവാണ് ഫ്രണ്ടില്. ആ സമയത്ത് രഞ്ജു അങ്ങോട്ടേക്ക് ഒരു കപ്പ് ചായയുമായിട്ട് വരുന്നുണ്ട്. സമയത്ത് മനു ആണെങ്കിൽ മനുവിനുള്ള ചായയാണെന്നും പറഞ്ഞ് കൈ നീട്ടും. ആ സമയത്ത് രഞ്ജു പറയുവാണ്, ഇത് മനുവേട്ടനുള്ള ചായയല്ല, എനിക്കുള്ള ചായയാണ്. ആ സമയത്ത് മനു ചോദിക്കുവാണ്, അതെന്താ അങ്ങനെ? എല്ലാ ദിവസവും ഒരു ചായ ഉള്ളതല്ലേ, എന്താ ഇന്ന് ചായ ഇല്ലേ?
എന്ന് ചോദിക്കുമ്പോൾ രഞ്ജു പറയുവാണ് അതെനിക്ക് അറിയത്തില്ല, കുറച്ച് ചായ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഞാൻ ചൂടാക്കി എടുത്തു. ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മ എഴുന്നേറ്റില്ലേ, പോയി നോക്കിയില്ല, എഴുന്നേറ്റെന്നാ തോന്നുന്നേ. രഞ്ജു പറയുന്നുണ്ട്. മനു ചോദിക്കുകയാണ് വൈജയന്റെ എണീറ്റില്ലേ, അപ്പോൾ രഞ്ജു പറയുവാണ് ഇല്ല എന്ന്. എന്നിട്ട് മനു പറയുവാണ് ഇതൊക്കെ പുതിയ രീതികളല്ലേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് മനുവിന്റെ ഫോണിലേക്ക് ബബിത വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മനു പറയുവാണ് ആ ബബിത വിളിക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോ നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കും എന്നെ വിളിക്കുന്നതെന്ന് മനു പറയുന്നുണ്ട്. ആ സമയത്ത് രഞ്ജു പറയുവാണ് ആ എന്നെ വിളിച്ചിട്ടൊന്നുമില്ലേ, ഇത് മനുവേട്ടനുള്ള കോള് തന്നെയാണ്. രഞ്ജു പറയുകയാണ് ഞാൻ പോകുന്നു, ഇനി ഈ ആഴ്ച ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും കേൾക്കേണ്ട റാണി എനിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജു അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവന് രഞ്ജുവിനെ അറിയാം എന്തോ ഒരു പ്രശ്നം വിളിച്ച് പറയാനാണ് ബബിത വിളിക്കുന്നതെന്ന്, അതുകൊണ്ട് തന്നെ രഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം എന്താ പ്രശ്നമെന്ന് ബബിതയോട് ചോദിക്കുന്നുണ്ട്. സമയത്ത് ബബിത പറയുവാണ് അതെന്താ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മനുവേട്ടനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. സമയത്ത് മനു പറയുവാണ് അല്ല, ഞാൻ ചോദിച്ചത് നീ എന്നെ വിളിക്കാറൊന്നും ഇല്ലല്ലോ, രാവിലെ എന്നെ വിളിച്ചപ്പോ എന്തെങ്കിലും പ്രശ്നം കാണും എന്ന് ഞാൻ ഊഹിച്ചതാ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനു ചോദിക്കും. ആ സമയത്ത് ബബിത പറയുവാണ് അലീന ചേച്ചി ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഇതങ്ങനെ പറയുമ്പോഴത്തേക്ക് മനുവിന് നല്ല വിഷമം വരുന്നുണ്ട്. സമയത്ത് മനു പറയുവാണ് എന്തായാലും അവളെടുത്ത തീരുമാനമല്ലേ, നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ, അവൾ എടുത്ത തീരുമാനം കാരണം എന്താണെന്നും നിനക്കറിയാവുന്നതല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇതുവരെയും അവൾ എടുത്ത തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും പ്രശ്നവും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് നന്മയേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തെ നമ്മൾ ബഹുമാനിക്കണം എന്ന് മനു പറയുന്നുണ്ട്. സമയത്ത് ഇത്തിരി വിഷമത്തോടു കൂടി തന്നെ ബബിത ചോദിക്കുവാണ് മനുവേട്ടനെ അറിയായിരുന്നോ അലിനി ചേച്ചി അച്ഛന്റെ മകളല്ല എന്ന്. സമയത്ത് മനു പറയുവാണ് നിനക്കങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഞാനും അങ്കിളും തമ്മിലുള്ള ബന്ധം നിനക്കറിയാം, ഇതിനെക്കുറിച്ച് ഞാനും അങ്കിളും ഡിസ്കസ് ചെയ്യാത്ത ആൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കാൻ ഒരു രഹസ്യങ്ങളുമില്ല, നമ്മൾക്ക് പരസ്പരം അറിയാം. ശേഷം കാണിക്കുന്നത് ഇത്തിരി പരിഭവത്തോട് കൂടി തന്നെ ബബിത പറയുവാണ് എല്ലാവർക്കും എല്ലാ കാര്യവും അറിയായിരുന്നു, എനിക്ക് മാത്രമാണ് അറിയാൻ കഴിയാത്തത്. സമയത്ത് മനു ചോദിക്കണം അത് അറിയാത്തതാണോ നിന്റെ പ്രശ്നം. ബബിത പറയുവാണ് അതല്ല, അലിനി ചേച്ചി ഇവിടെ നിന്ന് പോകരുത്, അലിനി ചേച്ചി ഇവിടെ നിന്ന് പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, മനുവേട്ടന് അലിനി ചേച്ചി പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. മനുവേട്ടൻ ഒന്ന് അലീന ചേച്ചിയോട് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയം മനു ചോദിക്കുവാണ് അവൾ എന്തിനാണ് ആ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നതെന്ന് നിനക്കറിയാലോ, അവൾ അവിടെ നിന്ന് പോയാൽ മാത്രമേ ആന്റി അങ്ങോട്ടേക്ക് തിരിച്ചെത്തൂ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ തരാൻ വേണ്ടിയാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ബബിത തിരിച്ച് ദേഷ്യത്തോടെ തന്നെ പറയുവാണ് അമ്മയ്ക്ക് അമ്മയുടെ ആ പഴയ കുടുംബമല്ലേ വേണ്ടത്, അപ്പോൾ നമ്മളും പഴയ രീതിയിൽ തന്നെ ആയിരിക്കും, അമ്മയ്ക്ക് ആ പഴയ കുടുംബം തന്നെ അങ്ങോട്ട് കൊടുക്കാം എന്ന് ബബിത പറയുവാണ്. ആ സമയത്ത് മനു പറയുകയാണ് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അലീന അവിടെ നിന്ന് പോയാലും ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് 3 പേർക്കും പ്രാപ്തിയായി എന്നുള്ള സമാധാനത്തോടു കൂടിയാണ് അലീന അവിടെ നിന്ന് പോകുന്നത്, ഇനി നീയായിട്ടൊരു വിള്ളൽ ഉണ്ടാക്കരുത് എന്ന് മനു പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ബബിത. ശേഷവും വിഷമത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് ബബിത മനുവേട്ടൻ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഇനി ചേച്ചി ഇവിടെ നിന്ന് പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. സമയത്ത് മനു പറയുകയാണ് അവൾ പോകാൻ തീരുമാനിച്ചാൽ അവൾ പോകുക തന്നെ ചെയ്യും, പിന്നെ വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കാം, അത്രയേ ഉള്ളൂ, നീ വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാന്നേ, നീ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് മനു ആശ്വസിപ്പിക്കുന്നുണ്ട് ബബിതനെ. ശേഷം ഫോൺ വയ്ക്കുന്നുണ്ട് മനു. ആ ഫോൺ വെച്ചതിന് ശേഷം ബബിത ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്, അതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ മനുവും രഞ്ജുവും കൂടെ സംസാരിക്കുന്നുണ്ട്. രഞ്ജു ഒരു കപ്പ് ചായയുമായിട്ട് വരുന്നുണ്ട്, രഞ്ജു ഉണ്ടാക്കിയ ചായയാണ്, അത് കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ പറയുന്നുണ്ട് രഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചതിന് ശേഷം മനു ചോദിക്കുകയാണ് ഇതാരാ ഇട്ടതെന്ന്. ആ സമയത്ത് രഞ്ജു പറയുകയാണ് ഒരു ചായയൊക്കെ ഇടാൻ എനിക്കാകും. അങ്ങനെ പറയുമ്പോഴത്തേക്കും മനു ചിരിച്ചും കൊണ്ട് പറയുകയാണ് ഞാൻ പ്രതീക്ഷിച്ച അത്ര മോശം ആയില്ല. സമയത്ത് രഞ്ജു പറയുകയാണ് മര്യാദയ്ക്ക് കുടിച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയും ചായ ഇട്ട് തരും, എങ്കിൽ ഞാൻ ആ ചായ അങ്ങ് കട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട് രഞ്ജു. സമയത്ത് വേണ്ട നല്ല ചായയാണ് എന്ന് പറയുന്നുണ്ട് മനു ചായ കുടിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗോവർദ്ധൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത് അലീനയാണ്. അലീനയോട് പറയുവാണ് ഗോവർദ്ധൻ എന്നെ വരാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ. സമയത്ത് അലീന പറയുകയാണ് ആ അച്ഛൻ മുകളിലുണ്ട്, കേറി വാ എന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് വന്നിട്ട് ഗോവർദ്ധൻ ചോദിക്കുവാണ് ചേച്ചി ഇവിടെ നിന്ന് പിണങ്ങിപ്പോയല്ലേ. ആ സമയത്ത് അലീന പറയുകയാണ് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നിങ്ങൾ വിളിക്കാൻ പോയിട്ട് എന്താ വരാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും നടന്നില്ല അങ്കിളെ എന്ന് അലീന പറയുകയാണ്.
ശേഷം ഗോവർദ്ധൻ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ഗോവർദ്ധൻ വൈജേച്ചി ഇങ്ങോട്ടേക്ക് വരാതിരുന്നിട്ടെങ്കിലും കുറച്ച് മനസ്സമാധാനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുകയാണ്, അതെന്താ അങ്ങനെ ഒരു പറച്ചിൽ? ഞാൻ വരുന്നതിന് മുൻപ് ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ആ സമയത്ത് ഗോവർദ്ധൻ പറയുകയാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയെന്നേ പറയാൻ പറ്റൂ. സമാധാനമില്ലല്ലോ, ഒരു കാരണവുമില്ലാതെ ചേച്ചി മുഖം വീർപ്പിക്കും. എങ്ങനെയാണ് ചേച്ചിയുടെ മൂഡ് മാറുന്നതെന്ന് ദൈവം തമ്പുരാന് പോലും അറിയാൻ പറ്റൂല. ആ ഒരു അവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഏട്ടനെ കാണാൻ മുകളിലേക്ക് പോകുന്നുണ്ട്. എനിക്കൊരു ഗ്ലാസ് ചായ തരണമെന്ന് പറയുന്നുണ്ട് അലീനയോട്. ശേഷം ഗോവർദ്ധൻ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധൻ റൂമിലേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ എന്തൊക്കെയോ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുവാണ്. അതിനുശേഷം ഗോവർദ്ധൻ ചോദിക്കുകയാണ്, എന്താ ഏട്ടാ വരാൻ പറഞ്ഞതെന്ന്? യാത്രയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങോട്ടാ? സമയം ബാലചന്ദ്രൻ പറയുവാണ്, ഇവിടെ ആദ്യത്തെ യാത്ര നീലഗിരിയിലോട്ടാണ്. കഴിഞ്ഞ് അവിടെ നിന്ന് ഒന്ന് പുനലൂർ വരെ ഒന്ന് പോകണം. ആ സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുകയാണ്, ഇത് നല്ല ദൂരമുള്ള സ്ഥലങ്ങളാണല്ലോ, അങ്ങോട്ടൊന്നും നമ്മൾ ഇതുവരെയും പോയിട്ടില്ലല്ലോ, എന്താണ് ആവശ്യം എന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഗോവർദ്ധൻ പറയുകയാണ്, ആദ്യം പോകണം എന്ന് പറഞ്ഞത് പുനലൂർ നീലഗിരിയാണല്ലോ, അവിടെ പോയിട്ട് വൈജയുടെ മൂത്ത ആങ്ങളെ ഒന്ന് കാണണം. എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഉണ്ടായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഗോവർദ്ധൻ ചോദിക്കുവാണ്, ഇത് കുറച്ച് ദൂരം കൂടുതലല്ലേ, അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫോൺ വഴി സംസാരിച്ചൂടെയോ എന്ന് ചോദിക്കുന്നുണ്ട്. നേരിട്ട് മുഖത്തോട് നോക്കി സംസാരിക്കണം, അല്ലെങ്കിൽ അവര് നുണ പറയും. ചിലർ അങ്ങനെയാണ്, മുഖത്തോട് മുഖം നോക്കി കാര്യം സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നുണ പറയും. സമയത്ത് ഗോവർദ്ധൻ പറയുകയാണ്, നമുക്ക് പോകാന്ന് പറയുന്നുണ്ട്. ഗോവർദ്ധൻ ചോദിക്കുവാണ്, എന്താവശ്യത്തിന് വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്? ഇനി ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. അവൾ ചുമ്മാ അങ്ങനെ അവളെ ഇറക്കി വിടാൻ പറ്റത്തില്ല. ഇവിടത്തേക്കാൾ മോശം അല്ലാത്തൊരു സ്ഥലം കണ്ടെത്തണം, അതിനു വേണ്ടിയാണ് ഈ യാത്ര എന്ന് പറയുന്നു. സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുവാണ്, എന്തിനാ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതെന്ന്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുകയാണ്, വൈജയന്തി പറയുകയാണ്, അലീന ഇവിടെ നിന്ന് പോയാൽ മാത്രമേ അവൾ ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ എന്ന്. വൈജയന്തി വരണമെങ്കിൽ അലീന ഇവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അലീന ഇവിടം വിട്ട് ഇറങ്ങുന്നതെന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഒരു തീരുമാനം എടുത്തത് അലീനയുടെ സ്വന്തം തീരുമാനമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോവർദ്ധൻ പറയുകയാണ്, അങ്ങനെ ചേച്ചി പറഞ്ഞെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണമായിരുന്നു. ഏട്ടന്റെ മകളല്ലേ അലീന, ഒരു തീരുമാനം ഏട്ടൻ എടുത്തു കഴിഞ്ഞാൽ അലീന ഇവിടെ നിന്ന് പോകുമോ? സമയത്ത് ബാലചന്ദ്രൻ പറയുകയാണ്, എടാ ഗോവർദ്ധ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എന്റെ മകളാണ് അലീന എന്ന് പറഞ്ഞത് ഞാൻ അവൾക്ക് തയ്പ്പിച്ചു കൊടുത്ത പ്രൂഫ് പോലത്തെ സാധനമായിരുന്നു. ഇപ്പോ വേണ്ട എന്ന് വെച്ചു. ആ സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുവാണ്, എന്താ ഏട്ടൻ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുകയാണ്, എല്ലാവർക്കും സംശയമായിരുന്നല്ലോ എന്റെയും അലീനയുടെയും ബന്ധത്തെക്കുറിച്ച്. ഇനി സംശയങ്ങൾ കൂടിക്കൂടി വന്നപ്പോ അവളെ ആരും മോശമായിട്ടൊരു വാക്കും പറയാതിരിക്കാൻ, ഇനിയൊന്നും കാണാതിരിക്കാൻ ഞാൻ എടുത്തൊരു കവചമാണ്, ഞാൻ അവൾക്ക് നൽകിയൊരു കവചമാണ് എന്റെ മകൾ എന്നുള്ളത്. എന്തായാലും ഇനി അങ്ങനെ ഒരു കഥ വേണ്ട. തീരുമാനമെടുത്ത അവളെ നല്ലൊരു സ്ഥലത്ത് തന്നെ എത്തിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ യാത്രയെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. സമയത്ത് വിഷമത്തോടു കൂടി തന്നെ ഗോവർദ്ധൻ പറയുകയാണ്, അവൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ആകെ എല്ലാവർക്കും വിഷമം ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും ബാലേട്ടൻ അതൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ലേ? ഈ വിഷമത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. അലീന പോകുന്നതിൽ മനം നൊന്താണ് അവിടെ നിൽക്കുന്നത്. സഹിക്കാൻ കഴിയുന്നില്ല. അലീന തൻ്റെ സ്വന്തം മകളെ പോലെയാണ് ബാലചന്ദ്രൻ കൊണ്ട് നടന്നത്. പക്ഷേ അലീന പോകാൻ ഒരു വ്യവസ്ഥ വന്നപ്പോൾ എല്ലാം തകർന്നു എന്നൊരു മാനസികാവസ്ഥയിലാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.